ഹായ് ഓൾ V11 മൈൻഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വെറുതെ രസമായിട്ടൊരു വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള പുഴയാണ്. അപ്പോൾ ഞങ്ങൾ തിരുമ്പാനും കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ നല്ല കാറ്റാണ് പുഴയുടെ അവിടെ കേട്ടോ. നല്ല കാറ്റ് നല്ല കാറ്റാണ്. മോളാണിത്. അവൾ ഇവിടെ പ്രാവിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടിൻ്റെ അടുത്തൊക്കെ വന്നതാണ്. കഴുകാനുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇറങ്ങുന്ന അവിടെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെയാണ് നമ്മൾ തിരുമ്പും കുളിക്കുകയൊക്കെ ചെയ്യാറ്. ഇപ്പം നല്ല വെള്ളാട്ടോ, നല്ല അടിപൊളി വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ്. ഞങ്ങൾക്ക് വീട്ടിൽ വെള്ളത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത്ര തെളിവ് വെള്ളത്തിന് വരില്ല. അപ്പോൾ തിരുമ്പാനും കുളിക്കാനും ഞങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് തിരുമ്പലും കുളിയൊക്കെ ഉണ്ടാവുക. പെട്ടെന്ന് കഴിയും കേട്ടോ, നല്ല സുഖമാണ്. തിരുമ്പലും ഒലുമ്പലൊക്കെ പെട്ടെന്ന് കഴിയും. എന്താ കണ്ടോ, ഇത് പിന്നെ എങ്ങനെയാണല്ലോ മക്കൾ നമ്മളൊന്ന് ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മളങ്ങാട്ടി മുന്നേ മറ്റുള്ള ജോലി അവരും ചെയ്യുമല്ലോ. പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടാണ് മക്കളെ ഇറക്കുക. അവർ കുളിക്കുകയാണ് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ് പുഴയിൽ കുളിക്കാൻ. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് നീന്താറുണ്ട് കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് നീന്താറുണ്ട്. ഇടയ്ക്ക് പിന്നെ നീർനായയുടെ ഒരു ശല്യം വരാറുണ്ട്. ആ സമയത്ത് പിന്നെ നമ്മളങ്ങനെ നീന്താനൊന്നും നിൽക്കില്ല. എന്നാലും തിരുമ്പി അവിടെ തിരുമ്പുന്ന അവിടെ തന്നെ നിന്നൊന്ന് കുളിച്ചിട്ടൊക്കെ പോകും. അങ്ങനെ തിരുമ്പലും കുളിയൊക്കെ പോയിട്ട് നമ്മളിന്നൊന്ന് കോഴിക്കോട് ബീച്ച് ഹൈലൈറ്റ് മാളിലൊക്കെ പോയിട്ടോ. ഞങ്ങൾ 5 പേരും കൂടിയാണ് പോയത്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു കേട്ടോ. ചായക്ക് കുട്ടികൾക്ക് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങി കൊടുക്കണ്ടെന്ന് കരുതിയിട്ട്, മോൾക്ക് ചെറിയൊരു അലർജീൻ്റെ പ്രശ്നമുള്ളത് കാരണം അപ്പം ഫുഡാക്കിയിട്ടാണ് പോവുക. ഇപ്പോൾ ബീച്ചിലും അതുപോലെ തന്നെ നല്ല കാറ്റായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം കാറ്റിൻ്റെ അവസ്ഥ കണ്ടോ. നല്ല കാറ്റായിട്ട് എൻ്റെ മക്കൾ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ട്. കാറ്റിൻ്റെ ചെറിയ മോളിങ്ങനെ പാറി നടക്കുകയാണ്, കാരണം അത്രയും കാറ്റായിരുന്നു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. എപ്പോഴെങ്കിലും ഇതുപോലെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകും കേട്ടോ. അപ്പം ആ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ബീച്ചിൽ പോയിട്ട് കളിക്കാനും ഒക്കെ. ഇത്രയും കാറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നല്ല രസമായി, ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ബീച്ചിൽ ഇത്രയും കാറ്റ് ഞങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പം അത്രയ്ക്കും കാറ്റ്. അവിടെ വേറെയും കുറേ മക്കൾ ഓടി കളിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ആയിട്ട് അടിപൊളി വൈബായിരുന്നു. പിന്നെ ഒരുപാട് ഫുഡിൻ്റെ ഇതൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് അലർജീൻ്റെ പ്രശ്നമുള്ളത് കാരണം അതൊന്നും ഞങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ആയാലും ഫുഡായാലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിൽ ഒരുപാട് കളിച്ച് മോള് ഇങ്ങനെ അവൾ 1 2 3 പറഞ്ഞിട്ട് എഴുതുകയാണ് കേട്ടോ. എല്ലാം ഒരു വരയാണ്, എല്ലാം 1 2 3 ഒക്കെ ഒരു വരയാണ് കേട്ടോ. അത് മക്കളുള്ളവർക്കൊക്കെ അറിയാം. ഓരോ ഫസ്റ്റ് എല്ലാതും ഒരു വര ഇട്ടിട്ടാണ് അവർ ചെയ്യുക എന്നുള്ളത്. ഇപ്പം മക്കൾ 3 കൂടി ആ കാറ്റിൻ്റെ ഇതൊന്ന് നോക്കുകയാണ് കേട്ടോ. എൻ്റെ ഷോൾ പിടിച്ചിട്ടാണ് അവർ നോക്കുന്നത്. ഇവരുടെ കളി കണ്ടിട്ട് വേറെയും കുട്ടികൾ ഇവരുടെ കൂടെ കളിക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ബീച്ചിൽ പോകാനൊക്കെ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേക വൈബാണല്ലോ. ഇങ്ങനെ ബീച്ചിലെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് പോയി. അവിടെ നിന്ന് ഒരുപാട് നേരം നിന്നിട്ടില്ല. മോളെ ഒന്ന് വണ്ടിയിലൊക്കെ ഒന്ന് കാറിൽ കയറണം പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് ഓടിപ്പിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് പോയി. പിന്നെ നെസ്റ്റോയിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടു. അത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ മോള് കുറച്ച് എൻജോയ് ചെയ്തു. 3 റൗണ്ടാണ് അവരുടെ കണക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആൾ ഇറങ്ങുന്നില്ലായിരുന്നു. പിന്നെ കുറച്ചും കൂടി ആ പയ്യനൊന്ന് ഓടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടോ. ഇതാണ് എൻ്റെ മക്കൾ.